ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കത് പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. എന്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ദൈവം നമ്മോട് പറയുന്നത് പോലെ ചെയ്യുക. അതാണ് നാം ജീവിതത്തിൽ വിതയ്ക്കുന്ന വിത്ത്. അതിന് പകരമായി ദൈവം നമുക്ക് തരുന്ന സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതമാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. നാം നമ്മെ തന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ കൂടുതൽ അസന്തുഷ്ടരാവുകയാണ് ചെയ്യുന്നത്. അതിനു പകരമായി നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സന്തോഷം നമ്മളിലേക്ക് വന്നു ചേരും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മത്സരത്തിലെ 3 ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടീം ഗബ്രിയേൽ. എൻ്റെ പേര് ജീജ. ഞാൻ കൂടരഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ശൈല. ഞാൻ കൂടരഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. കൂടരഞ്ഞി ഇടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേലിനെയും അവരെ സഹായിക്കാൻ അവരുടെ കൂടെയുള്ള സപ്പോർട്ടിംഗ് ടീമിനെയും കൂടി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത ടീമിനെ പരിചയപ്പെടാം. ടീം മിഖായേൽ. ജിൻസി ഷാജി, കല്ലാനോട് സെന്റ് മേരീസ് ചർച്ചിൽ നിന്നും വരുന്നു. ലിജി ജോൺസൺ, സെന്റ് മേരീസ് ചർച്ച് കല്ലാനോട്. കല്ലാനോട് ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. എൻ്റെ പേര് റോസമ്മ. ഞാൻ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് പാറോപ്പടിയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ഷൈല പി ജോൺ. ഞാനും പാറോപ്പടിയിൽ നിന്ന് വരുന്നു. പാറോപ്പടി ഇടവകയിൽ നിന്നുള്ള ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 3 ടീമുകളും വളരെ ഉത്സാഹത്തോടെ ഇവിടെ മത്സരത്തിനായി റെഡിയായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ടീം കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ക്വിസ് മാസ്റ്റർ എത്തിയേ തീരുകയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ക്വിസ് മാസ്റ്റർ അജി അച്ഛനെ എത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. മഹാമാരി എവരെയും ഭയപ്പെടുത്തിയ ഈ കാലഘട്ടത്തിലും തിരുവചനത്തിൻ്റെ ശക്തിയാൽ വീണ്ടും വലിയ ആവേശത്തോടു കൂടി പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് വന്നിരിക്കുന്ന ടീം അംഗങ്ങളെ ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വലിയ ഒരു നേട്ടമാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ 4ാം റൗണ്ട് ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ മത്സരത്തിലൂടെ ഒരു ടീം മാത്രം സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതാണ്. നമ്മുടെ ക്വിസ് ആരംഭിക്കുന്നു. ആദ്യ റൗണ്ട് തിരുവചനം റൗണ്ടാണ്. തിരുവചനം റൗണ്ടിൽ ഓരോ ടീമിനോടും ഓരോ ചോദ്യം. ശരി ഉത്തരം പറഞ്ഞാൽ 30 മാർക്കുകൾ. 30 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറഞ്ഞ് 20 പോയിന്റുകൾ സമ്പാദിക്കാവുന്നതാണ്. സപ്പോർട്ടിംഗ് ടീമിനും ശരി ഉത്തരം അറിയില്ല എങ്കിൽ തീർച്ചയായും തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുകയും അവർ ശരി ഉത്തരം പറഞ്ഞാൽ 10 സെക്കൻഡിനുള്ളിൽ ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്കുകൾ ലഭിക്കുകയും ചെയ്യും. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോട്. ചോദ്യം ഇതാണ്:
ഹെറോദോസിന്റെ മരണത്തിനു ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എന്താ? ശിശുവിനെയും അമ്മയും കൂട്ടി സ്വദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ഉദ്ദേശിച്ചവൻ മരിച്ചു കഴിഞ്ഞു. ഉത്തരം പൂർണ്ണമല്ല, എങ്കിൽ കൂടിയും ആശയം മുഴുവനായി വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണവുമല്ല. അതുകൊണ്ട് 30-ൽ നിന്ന് അല്പം മാർക്ക് ഞാൻ കുറയ്ക്കുന്നു. 25 മാർക്കുകൾ. രണ്ടാമത്തെ ചോദ്യം ടീം മിഖായലിനോട്. ചോദ്യം: യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു. അമ്മയോടും പിന്നെ മകനോടും പറഞ്ഞു, ശിഷ്യനോടും പറഞ്ഞു. ആ 26, 27 തിരുവചനങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ തിരുവചനം പൂർത്തിയാക്കുക. യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു. ആദ്യം അമ്മയോടാണ് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 19, 26, 27 തിരുവചനങ്ങൾ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് ഇതാ. സമയം പൂർണ്ണമായിരിക്കുന്നു. മറന്നുപോയി. സമയത്തിന്റെ കാര്യം മറന്നുപോയി. യെസ്, കുഴപ്പമില്ല, ഭയപ്പെടേണ്ട. നിങ്ങൾ സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്കുകൾ മാത്രമേ ഞാൻ കുറയ്ക്കുകയുള്ളൂ. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് വരുന്നു. ശരിയായ ഉത്തരം പറഞ്ഞ് 20 പോയിന്റുകൾ നേടിയെടുക്കാനുള്ള അവസരം. യെസ്, പറഞ്ഞോളൂ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഇതാ നിന്റെ അമ്മ. ഉത്തരം ശരിയാണ്, എങ്കിലും അപൂർണമാണ്. യോഹന്നാനോടാണ് പറഞ്ഞത്. സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിഷ്യനോട് പറഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് 20 ആയിരുന്നു. പക്ഷേ ഞാൻ 5 മാർക്ക് കുറയ്ക്കുന്നു. 15 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ടീം മിഖായലിന് 15 പോയിന്റുകൾ ലഭിക്കുന്നു. യെസ്. വചനം തിരുവചനം റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ചോദ്യം ഇതാണ്: അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞതെന്ത്? 7, 8 തിരുവചനങ്ങൾ ആ അധ്യായത്തിലെ. അണലി സന്താനങ്ങളെ, ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. യെസ്, അണലി സന്തതികളെ എന്നാണ് വിളിച്ചത്. എങ്കിലും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ചെറിയ വ്യത്യാസം. ഞാൻ പോയിന്റ് കുറയ്ക്കുന്നില്ല. മുഴുവൻ പോയിന്റും ടീം റാഫേലിന് നൽകുന്നു. 30 പോയിന്റുകൾ ടീം റാഫേലിന് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. വചനം തിരുവചനം റൗണ്ട് പൂർണ്ണമാകുമ്പോൾ 3 ടീമുകൾക്കും പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഓരോ ടീമിനും ലഭിച്ച പോയിന്റുകൾ അറിയുവാനായി ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. ടീം ഗബ്രിയേൽ 25 പോയിന്റ്സ്, ടീം മിഖായേൽ 15 പോയിന്റ്സ്, ടീം റാഫേൽ 30 പോയിന്റ്സ്. 3 ടീമുകളും പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാം റൗണ്ടിലേക്ക്, വിഷ്വൽ റൗണ്ട്. വിഷ്വൽ റൗണ്ടിൽ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ വിഷ്വൽ ഏതാണ് എന്ന് മനസ്സിലാക്കുകയും അത് പറയുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിലാണ് അത് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയും അധ്യായം പറയുകയും ചെയ്യണം. പിന്നീട് 2 ചോദ്യങ്ങൾ കൂടി ചോദിക്കും. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞാൽ 30 മാർക്കുകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയാൽ 5 മൈനസ് പോയിന്റുകൾ ലഭിക്കും.
എന്ന അപകടവും ഈ റൗണ്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എങ്കിലും നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൈനസ് മാർക്കുകൾ ഒഴിവാക്കുന്നതാണ്. ആദ്യ ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ, വിഷ്വൽ ശ്രദ്ധിക്കുക. യെസ്, വിഷ്വൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതാണ് എന്ന് സൂചിപ്പിക്കുക. യേശുവിനെ ബന്ധിക്കുന്നു. യേശുവിനെ ബന്ധിക്കുന്ന സംഭവമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. യേശുവിനെ ബന്ധിക്കാൻ വരുന്നവർക്ക് എന്താണ് ആദ്യം സംഭവിക്കുന്നത്? അവർ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണ് എന്ന് യേശു മറുപടി പറയുന്നത്. അപ്പോൾ അവർ പിന്നോട്ട് വലിയുകയും നിലം പതിക്കുകയും ചെയ്തു. യെസ്, ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. പക്ഷേ പൂർണ്ണമാകണമെങ്കിൽ ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ എന്നും കൂടി പറയുമ്പോഴേ മുഴുവനാവുകയുള്ളൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം. ടീം മിഖായലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. 10 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. യെസ്. രണ്ടാമത്തെ ചോദ്യം. ഈ സംഭവം നടക്കുമ്പോൾ പത്രോസ് ഒരു അതിക്രമം ചെയ്തു. യേശുവിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. യേശുവിൻ്റെ തത്വങ്ങൾക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം. ഒരു ഭൃത്യന്റെ ചെവി ഛേദിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, എവിടെ വെച്ചാണ് പത്രോസ് പ്രധാന പുരോഹിതന്റെ ഭൃത്യന്റെ ചെവി ഛേദിച്ചത്? എവിടെ വെച്ചാണ്? സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയ സ്ഥലമാണ് പറയേണ്ടത്. കെദ്രോൺ നദി കടന്ന് അവരൊരു തോട്ടത്തിലെത്തി. ആ തോട്ടത്തിൽ വെച്ച്. ഒരിക്കൽ കൂടി ആവർത്തിക്കൂ. കെദ്രോൺ നദി കടന്ന് അവരൊരു തോട്ടത്തിലെത്തി. ആ തോട്ടത്തിൽ വെച്ച്. യെസ്, കെദ്രോൺ നദിയല്ല, അതൊരു അരുവിയാണ്. കെദ്രോൺ നദി എന്ന് പറഞ്ഞാൽ ഉത്തരം പൂർണ്ണമാവുകയില്ല. കെദ്രോൺ അരുവിയാണ്. അതിൻ്റെ അക്കരെയുള്ള തോട്ടത്തിലാണ്. ഞാൻ നിങ്ങളുടെ 10-ൽ 5 മാർക്കുകൾ എടുക്കുന്നു. 5 മാർക്കുകൾ മാത്രം തരുന്നു. ഉത്തരം പൂർണ്ണമായി കൃത്യമായി പറയേണ്ടതാണ്. നദിയും അരുവിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്. പത്രോസ് വാളെടുത്ത് വെട്ടിയപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞതെന്ത്? വാൾ ഉറയിലിടുക, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റേണ്ടതല്ലേ. ഇനി ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സഹായം നൽകുകയുണ്ടായി. ഇനി അത് ആവർത്തിക്കുന്നതല്ല. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം. യെസ്. വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? ഉത്തരം ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുന്നില്ല. കിട്ടിയ മൈനസ് പോയിന്റുകൾ ഒഴിവാക്കപ്പെടുന്നു. യെസ്, ടീം മിഖായലിന് 3 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ ശരിയായി പറഞ്ഞു. ആദ്യ ചോദ്യം പൂർണ്ണമായി ശരിയായി പറഞ്ഞു, 10 മാർക്ക്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം അപൂർണമായിരുന്നു, 5 മാർക്കുകൾ. പക്ഷെ തെറ്റല്ല. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയി. പക്ഷെ സപ്പോർട്ടിംഗ് ടീം ശരിയായി പറഞ്ഞതുകൊണ്ട് മൈനസ് മാർക്ക് ഒഴിവാകുന്നു. ടീം മിഖായലിന് ഈ റൗണ്ടിൽ 15 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോട്. വിഷ്വൽ ശ്രദ്ധിക്കുക. യെസ്, ഈ വിഷ്വൽ അടയാളപ്പെടുത്തുന്ന സംഭവം ഏത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ. ഏതാണ് സംഭവം? യോഹന്നാന്റെ മരുഭൂമിയിലെ പ്രഭാഷണം.
ഏത് യോഹന്നാൻ? സ്നാപക യോഹന്നാന്റെ. സ്നാപക യോഹന്നാന്റെ. സ്നാപക യോഹന്നാൻ. യെസ്, ഉത്തരം ശരിയാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. 10 പോയിന്റുകൾ. യെസ്. 3-ാം അധ്യായം 5-ാം തിരുവചനം അനുസരിച്ച് എവിടെ നിന്നെല്ലാം ഉള്ള ജനങ്ങൾ ഇവന്റെ പ്രസംഗം കേൾക്കാൻ, യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ അവന്റെ അടുത്തെത്തി. ജെറുസലേമിലും യൂദ മുഴുവനിലും യോർദാന്റെ അക്കരയിലുമുള്ള എല്ലാ ജനങ്ങളും അവന്റെ സുവിശേഷം കേൾക്കുവാനായിട്ട് അവിടെ എത്തി. ഉത്തരം അപൂർണമാണ്. ജെറുസലേം യൂദയ മുഴുവനിലും, ജോർദാന്റെ അക്കരയല്ല, പരിസര പ്രദേശങ്ങളാണ്. പരിസര പ്രദേശങ്ങൾ. ഞാൻ അതുകൊണ്ട് ഉത്തരം അപൂർണമായതുകൊണ്ട് 5 മാർക്കുകൾ കുറയ്ക്കുന്നു. 5 മാർക്കുകൾ നിങ്ങൾക്ക് നൽകുന്നു. 3-ാമത്തെ ചോദ്യത്തിലേക്ക്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. ഈ തിരുവചന ഭാഗത്തിന്റെ നമ്പർ, വചനഭാഗം പറയും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാം തിരുവചനം. 11ഉം 12ഉം തിരുവചനങ്ങൾ. ഞാൻ 2-ാമത്തെ ഉത്തരം പരിഗണിക്കുന്നതല്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം പറയുന്ന ഉത്തരം മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ആദ്യം പറഞ്ഞ ഉത്തരമാണ് ശരി. അതുകൊണ്ട് ഞാൻ മാർക്ക് തരുന്നു. വെറുതെ മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം പറഞ്ഞ ഉത്തരം ഞാൻ ശരിയായിട്ട് പരിഗണിച്ച് ഞാൻ മാർക്ക് തരികയാണ്. 3-ാം അധ്യായം 12-ാം തിരുവചനം. പക്ഷെ 11, 12 എന്ന് അതൊരു പ്രഭാഷണത്തിന്റെ തുടർച്ച കൂടിയാണ്. അപ്പോൾ 11, 12 എന്ന് പറഞ്ഞാലും അതൊരു വലിയ തെറ്റ് എന്ന് നമുക്ക് കരുതാനുമാവില്ല. അതുകൊണ്ട് 10 പോയിന്റുകൾ ഞാൻ നൽകുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. വിഷ്വൽ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം ടീം ഗബ്രിയലിനോട്. ടീം ഗബ്രിയൽ, വിഷ്വൽ ശ്രദ്ധിക്കുക. തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം. യോഹന്നാന്റെ സുവിശേഷം. തോമസിന്റെ ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറഞ്ഞാലും തെറ്റില്ല. തോമസിന് സംശയമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തോമസ് വിശ്വാസം പ്രഖ്യാപിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. ആ ഉത്തരത്തെ പോസിറ്റീവായിട്ട് കണ്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഉത്തരം ശരിയാണ്. 20-ാം അധ്യായത്തിലാണ്, യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ടീം ഗബ്രിയലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. 10 പോയിന്റുകൾ. യെസ്. ഞങ്ങൾ കർത്താവിനെ കണ്ടു. നിനക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഇക്കാര്യം ആവർത്തിച്ച, അല്ലെങ്കിൽ ഇക്കാര്യം തന്നോട് പറഞ്ഞ സഹശിഷ്യന്മാരോട് വ്രണിത ഹൃദയനായ തോമസ് ലീഹ, നമ്മുടെ പിതാവ്, മറുപടി പറഞ്ഞതെന്ത്? ഞാൻ അവനെ കാണുകയും അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വെക്കുകയും ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി പറയുക. ഞാൻ കർത്താവിനെ കാണുകയും അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ബാക്കി ഉത്തരത്തിൽ അല്പം ശരികേടുകളും ഉണ്ട്.
അപൂർണതകളുണ്ട്. ഞാൻ പറയാം. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും, അവനെ കാണുകയെന്നല്ല, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും പിന്നെ അവൻ്റെ പാർശ്വത്തിൽ കൈവെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഉത്തരം അപൂർണമാണ്, ചെറിയ തെറ്റുണ്ട്, ആശയം കൃത്യമാണ്. എന്നാലും മറ്റ് ടീമുകൾക്കൊക്കെ ഞാൻ അപൂർണമായ ഉത്തരങ്ങൾക്ക് മാർക്ക് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇതിനു മുമ്പ് കുറച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഒരു അനുഭാവമാണ്. ഈ ഉത്തരം തെറ്റാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് -പോയിന്റ് ആണ് ലഭിക്കുക. പക്ഷേ അങ്ങനെ പ്രഖ്യാപിക്കാൻ മാത്രം തെറ്റ് ആ ഉത്തരത്തിനില്ല. എങ്കിൽ കൂടിയും നിങ്ങളിപ്പോൾ പങ്കെടുക്കുന്നത് ക്വാർട്ടർ ഫൈനലിലാണ് എന്നുള്ള ചിന്തയും വേണം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങൾ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഫ്ലോറിലേക്ക് വരുന്നത്. അതുകൊണ്ട് 5 മാർക്കുകൾ നൽകുന്നു. 5 മാർക്കുകൾ. യെസ്. മൂന്നാമത്തെ ചോദ്യം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച തോമസിനോട്, അല്ലെങ്കിൽ തൊട്ടു മുമ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ച തോമസിനോട് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞത് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കൂ. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യെസ്. ഉത്തരം മുഴുവനായും അവിടെ ഉണ്ട്. കൂടുതൽ ഉത്തരം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആവശ്യത്തിനുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഉത്തരം ശരിയായിട്ട് ഞാൻ പരിഗണിക്കുന്നു. 10 മാർക്കുകൾ ടീം ഗബ്രിയേലിന് നൽകുന്നു. വിഷ്വൽ റൗണ്ടിൽ ടീം ഗബ്രിയേൽ 25 മാർക്കുകൾ സ്കോർ ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. 3 ടീമുകൾക്ക് ലഭിച്ച പോയിന്റുകൾ എത്രയാണെന്ന് അറിയുവാൻ നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് പോയിന്റുകളൊന്ന് നോക്കാം. ടീം ഗബ്രിയേൽ 50 പോയിന്റ്സ്, ടീം മിഖായേൽ 30 പോയിന്റ്സ്, ടീം റാഫേലിന് ലഭിച്ചിരിക്കുന്നത് 55 പോയിന്റ്സ്. അടുത്ത റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. വേഗത്തിൽ കഴിയുന്ന റൗണ്ട്. ഓരോ ടീമിനും 1 മിനിറ്റ് സമയം. ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്കുകൾ. സ്കോർ ചെയ്യപ്പെടാതെ 3 ചോദ്യങ്ങൾ കടന്നുപോയാൽ നിങ്ങളുടെ അവസരം അവിടെ തീരുന്നതായിരിക്കും. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ കഴിയുന്നത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് കൂടുതൽ സ്കോറുകൾ നേടാൻ ഓരോ ടീമുകളും പരിശ്രമിക്കുക. സപ്പോർട്ടിംഗ് ടീമിന് ഈ സമയത്ത് ഇവരെ സഹായിക്കാൻ സാധിക്കുന്നതുമല്ല. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. യെസ്, ടീം റാഫേലിന് നിങ്ങളുടെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ജോസ്മി, അവർക്ക് അതിനുള്ള അവസരം കൊടുക്കൂ. വെളിപാട് പുസ്തകത്തിൽ നിന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ചോദ്യം ഞാൻ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബാബിലോണിന്റെ പതനം സൂചിപ്പിച്ചിരിക്കുന്നത് എത്രാം അധ്യായത്തിൽ? 18-ാം അധ്യായത്തിൽ. ശരിയായ ഉത്തരമാണ്. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെത് പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. പൂർത്തീകരിക്കുക. മഹത്വവും ശക്തിയും രക്ഷയും നമ്മുടെ കർത്താവിൻ്റെതാണ്. ശരിയായ ഉത്തരമാണ്. സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞതെന്ത്? ദൈവത്തിന്റെ മഹാവിരുന്നിന് വരുവിൻ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. പൂർത്തീകരിക്കുക. അവന്റെ പേര് ദൈവവചനം എന്നാണ്. ശരിയായ ഉത്തരമാണ്. സ്വർഗത്തിൽ ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിലുള്ളത് എന്തൊക്കെ? പാതാളത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും. ടൈം ഈസ് അപ്പ്. ടീം റാഫേൽ 5 ചോദ്യങ്ങൾ നേരിട്ടു. 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അവർക്ക് 25 പോയിന്റുകൾ
നേടാൻ സാധിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാൻ അവസരമുണ്ട്. ആ അവസരം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. ജോസ്മി. വിജ്ഞാനമുത്തുകൾ. വിജ്ഞാനമുത്തുകളിലെ ബൈബിൾ എന്ന അധ്യായത്തിൽ നിന്ന് നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഗിരിപ്രഭാഷണം ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായങ്ങളിൽ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:6. തെറ്റായ ഉത്തരം. സുവിശേഷത്തിന് ഗ്രീക്ക് മൂലത്തിലുള്ള പേര് എന്ത്? എവൻഗേലിയോൺ. ശരിയായ ഉത്തരമാണ്. BC 1030 931 ഇടയ്ക്ക് പഴയ നിയമ ചരിത്രകാലത്തിലെ പ്രധാന സംഭവം ഏത്? ഏകരാജഭരണം. ശരിയായ ഉത്തരമാണ്. മഹാവിരുന്നിന്റെ ഉപമ ഏതൊക്കെ സുവിശേഷങ്ങളിൽ ഉണ്ട്? വിശുദ്ധ മത്തായി, ലൂക്ക. ശരിയായ ഉത്തരമാണ്. 2 പുത്രന്മാരുടെ ഉപമ ഏതൊക്കെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? വിശുദ്ധ മത്തായി. ശരിയായ ഉത്തരമാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം ഏത്? വിശുദ്ധ യോഹന്നാൻ. ശരിയായ ഉത്തരമാണ്. അശുദ്ധാത്മാ ബാധിച്ചവനെ സുഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷങ്ങൾ ഏതൊക്കെ? വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേൽ 7 ചോദ്യങ്ങൾ നേരിട്ടു. 6 എണ്ണം ശരിയായി ഉത്തരങ്ങൾ നൽകി. ഏറ്റവും എളുപ്പമുള്ള ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം തെറ്റായിപ്പോയി. ഗിരിപ്രഭാഷണം 5, 6, 7 അധ്യായങ്ങളിലാണ്. മത്തായി സുവിശേഷം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ തെറ്റിച്ചു കളഞ്ഞത്. എങ്കിലും നിങ്ങൾക്ക് 6 ശരി ഉത്തരങ്ങൾ നൽകാൻ സാധിച്ചു. 30 മാർക്കുകൾ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ, നിങ്ങളുടെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്കും ലഭിക്കുകയാണ്. യെസ് പ്ലീസ്. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? വിജ്ഞാനമുത്തുകൾ, തിരുസഭാ ചരിത്രം. യെസ്, വളരെ എളുപ്പമുള്ള ഭാഗമാണ്. പഠിച്ചിട്ടുണ്ടോ ആ ഭാഗം? അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യ ചോദ്യം, 381 നടന്ന സൂനകദോസിന്റെ പേര് എന്ത്? കാൽസിഡൻ സുനദോസ്. തെറ്റായ ഉത്തരമാണ്. ഏറ്റവും അവസാനം നടന്ന സൂനകദോസ് ഏത്? സുനദോസ്. തെറ്റായ ഉത്തരമാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ അവസാനിക്കുമ്പോൾ മാർപ്പാപ്പ ആര്? പോൾ ആറാമൻ. ശരിയായ ഉത്തരമാണ്. 5ാം ലാറ്ററൻ കൗൺസിൽ പൂർത്തിയാക്കിയ മാർപ്പാപ്പ ആര്? ഇന്നസെന്റ് 4-ാമൻ. ഉത്തരം തെറ്റിപ്പോയി. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് തെറ്റിപ്പോയി. അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യം, ഏറ്റവും അവസാനം നടന്ന സൂനകദോസ് 2ാം വത്തിക്കാൻ കൗൺസിൽ. യെസ്, സമയം ബാക്കി നിൽക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നില്ല. 3 ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റായി ഉത്തരം നൽകുകയുണ്ടായി. 381 നടന്ന സൂനകദോസിന്റെ പേര് 1ാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് ആണ്. ഏറ്റവും അവസാനം നടന്നത് 2ാം വത്തിക്കാൻ കൗൺസിൽ. 3ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു, പോൾ ആറാമൻ. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ലിയോ 10-ാമൻ. ടീം മിഖായേൽ ഈ റൗണ്ടിൽ 5 പോയിന്റുകൾ മാത്രമേ കരസ്ഥമാക്കുന്നുള്ളൂ. ടീം മിഖായേലിനും അഭിനന്ദനങ്ങൾ. 3 റൗണ്ടുകൾ പൂർത്തിയാകുന്നു. ഓരോ ടീമിന് ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. ടീം ഗബ്രിയേലിന് ലഭിച്ചിരിക്കുന്നത് 80 പോയിന്റ്സ്. ടീം മിഖായേൽ 35 പോയിന്റ്സ്. ടീം റാഫേൽ 80 പോയിന്റ്സ്. 3 റൗണ്ടുകൾ പൂർണ്ണമാകുന്നു. ഇനിയുള്ള റൗണ്ടുകൾ സപ്പോർട്ടേഴ്സ് റൗണ്ടും മെഗാ ബോണസ് റൗണ്ടും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റൗണ്ടുകൾ. പ്രധാനപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചത് വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്ന
വളരെ പ്രധാനപ്പെട്ട റൗണ്ടുകൾ എന്ന അർത്ഥത്തിലാണ്. എല്ലാ റൗണ്ടുകളും പ്രധാനപ്പെട്ടത് തന്നെ. ആദ്യ ചോദ്യം ചോദിക്കുന്നത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. 2 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം. ആലോചിച്ച് ഉത്തരം പറയുക. സ്വർഗത്തിൽ നിന്ന് രണ്ടാമതും ആ സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്. ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമേത്, അധ്യായമേത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം. ടീം ഗബ്രിയേലിന് പോയിന്റുകൾ കിട്ടുകയില്ലയോ നമുക്ക് നോക്കാം. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം പറഞ്ഞ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. ലഭിക്കുന്നു 15 പോയിന്റുകൾ. സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരം പത്രോസിനുണ്ടായ സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ ദർശനം കഴിഞ്ഞ ഉടനെയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഈ സ്വരം കേട്ട ഉടനെയാണ് കേസറിയയിൽ നിന്ന് ചിലർ പത്രോസിന്റെ അടുക്കിലേക്ക് വന്നത്, അല്ലെങ്കിൽ പത്രോസിന്റെ അടുക്കിലേക്ക് ചിലരെ അയച്ചത്. അവർ എത്ര പേരുണ്ടായിരുന്നു? മൂന്ന് പേര്. 3 പേർ. 1, 2, 3. ആ 3 ഉദ്ദേശിക്കുന്നത് 6 എന്നാണോ പറഞ്ഞത്? അല്ല, 3 എന്നതിൽ ഓർച്ചു നിൽക്കുന്നു. നിങ്ങൾ എന്ത് പറയുന്നു? ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. പക്ഷേ അവിടെ നിന്ന് പോയപ്പോൾ 6 പേരുണ്ടായിരുന്നു. യെസ്, വന്നത് 3 പേർ മാത്രമായിരുന്നു. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം വളരെ നിർണായകമായിട്ടുള്ള 30 പോയിന്റുകൾ അവരുടെ ടീമിന് നേടിക്കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ചോദ്യം ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ടീം മിഖായലിന് പോയിന്റുകൾ ആവശ്യമുണ്ട്. സപ്പോർട്ടിംഗ് ടീം അത് സമ്പാദിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ഇതാണ്: തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മനോഹരമായിട്ടുള്ള തിരുവചനം. എല്ലാ വചനങ്ങളും മനോഹരമാണ്. പക്ഷേ ഈ വചനഭാഗം നമ്മൾ വിശുദ്ധ കുർബാനയിൽ എന്നും കേൾക്കുന്ന വചനഭാഗം കൂടിയാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ പുസ്തകം ഏത്, അധ്യായമേത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അധ്യായം. ഏതെങ്കിലും ഒന്ന് പറയൂ സമയം തീരുന്നതിന് മുമ്പ്. 2-ാം അധ്യായം. പറഞ്ഞു പോയില്ലേ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ പറഞ്ഞു അല്ലേ? ഊഹത്തിൽ പറഞ്ഞതാണോ? ഊഹത്തിൽ പറഞ്ഞതാണ്. കുട്ടികൾ പറയും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, KKPP. എന്നാൽ നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നു. ശരിയായ ഉത്തരമാണ്. 15 പോയിന്റുകൾ നേടിയിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലാണ് മനോഹരമായി തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരെ പറ്റിയാണ് പറയുന്നത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ക്രിസ്തുവിനെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യെസ്, 15 മാർക്കുകൾ ടീം മിഖായലിന് അത് വലിയ പ്രാണവായുവായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ചോദ്യം ഈ ഭാഗത്തും തന്നെയാണ്, അല്ലെങ്കിൽ ഈ ലേഖനത്തിലും തന്നെയാണ്. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ഈ ലേഖനം, അല്ലെങ്കിൽ ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന കാലഘട്ടം. യെസ്, AD 58-ും 60-നും ഇടയ്ക്ക്. AD 58-നും 60-നും ഇടയ്ക്ക് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മാറ്റമില്ലല്ലോ? മാറ്റമില്ല, മാറ്റാൻ അവസരവും ഇല്ല. ആദ്യം പറഞ്ഞ ഉത്തരമാണ് ശരി. നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ ഉത്തരം പറഞ്ഞത്? അതെ. എങ്കിൽ ഉത്തരം ശരി തന്നെയാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മിഖായലിന് വളരെ വിലയേറിയ 30 പോയിന്റുകൾ
ടീം അവരുടെ സപ്പോർട്ടിംഗ് ടീം നേടിക്കൊടുത്തിരിക്കുന്നു. ടീം മിഖാലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ടീം റാഫേലിന് പോയിന്റുകൾ വളരെ അത്യാവശ്യമുണ്ട്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ പോയിന്റുകൾ എല്ലാ ടീമിനും ആവശ്യമാണ്, അത്യാവശ്യമാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടുള്ള ആദ്യത്തെ ചോദ്യം. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഗ്രന്ഥം ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായം ഏത്? കൊളോസോസ്യർ 3-ാം അധ്യായം. ഒരിക്കൽ കൂടി രണ്ടാമത് പറഞ്ഞത്. കൊളോസോസ് 3-ാം അധ്യായം. 3-ാം അധ്യായം. 3 എന്നല്ല പറഞ്ഞത്. അതെ. 3 അധ്യായം. നിങ്ങളുടെ ഉത്തരം ശരിയാണോ? ഇവരെല്ലാം ശരിയാണെന്ന് പറയുന്നു. പിന്നെ എനിക്കായിട്ട് എങ്ങനെ മാറ്റി പറയാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 15 വിലയേറിയ പോയിന്റുകൾ നിങ്ങളുടെ ടീമിന് നേടിക്കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, കൊളോസോസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊളോസോസ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അല്ലെങ്കിൽ കൊളോസോസിന്റെ ലൊക്കേഷൻ ഏത് രാജ്യത്താണ്? യെസ്, ആമുഖത്തിൽ പറയുന്ന ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. എഫേസ്യസിൽ നിന്ന് 200 കിലോമീറ്റർ. അതൊന്നും പറയണ്ട, ഇന്നത്തെ രാജ്യത്തിന്റെ പേര് മാത്രം. തുർക്കിയിലെ ഡെൻസിലി പട്ടണത്തിന്റെ 16 കിലോമീറ്റർ വടക്ക്. തുർക്കിയിലെ ഡെൻസിലി പട്ടണത്തിന്റെ 16 കിലോമീറ്റർ കിഴക്ക്. അതൊന്നും പറയണ്ട, ഏത് രാജ്യത്താന്ന് പറഞ്ഞാൽ മതി. തുർക്കി. ഇത് പറയാനാണോ ഈ ഉത്തരം മുഴുവൻ പറയുന്നത്? തുർക്കിയിലാണ്. ഏകദേശം കൃത്യമായ ലൊക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. തുർക്കി രാജ്യത്താണ് ഇത് നിലനിൽക്കുന്നത്. കൊളോസോസ് പൗലോസിന് പ്രിയപ്പെട്ട സഭയായിരുന്നു. പക്ഷെ ഇന്ന് ആ സഭ അവിടെ ഒരു ജീവനുള്ള സഭയായി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ടീം റാഫേലും വിലയേറിയ 30 പോയിന്റുകൾ ടീമിന് നേടിക്കൊടുത്തിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് വലിയ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻ. മെഗാ ബോണസ് റൗണ്ട് അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. വിജയ പരാജയങ്ങൾ മാറിയും മറിഞ്ഞും വരാം. മുന്നിൽ നിൽക്കുന്ന ടീം താഴേക്കും, താഴെ നിൽക്കുന്ന ടീം മുകളിലേക്കും പോകാം. അത് ഈ റൗണ്ടിന്റെ പ്രത്യേകതയാണ്. അതിലാരും ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷേ വളരെ ബുദ്ധിപൂർവവും ശ്രദ്ധയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും വേണം ഈ റൗണ്ടിലെ ഓരോ മറുപടികളും നിങ്ങൾ പറയുവാൻ. പൊതുവായിട്ടുള്ള നിയമം ഞാൻ പറയാം. അതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള സ്കോർ ജോസ്മി പറയുന്നതാണ്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന് 10, രണ്ടാമത്തെ ചോദ്യത്തിന് 15, മൂന്നാമത്തെ ചോദ്യത്തിന് 25 മാർക്കുകൾ. ശരി ഉത്തരം പറഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങളുടെ മാർക്ക് മൈനസ് ആകും. തത്തുല്യമായ മാർക്ക് മൈനസ് ആകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പോയിന്റും നിങ്ങളുടെ എതിർ ടീമിന്റെ പോയിന്റുകളും ശ്രദ്ധിക്കുക. ഈ റൗണ്ടിലുള്ള ആനുകൂല്യം, ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യാനും ക്വിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കും. ശരി, ഏകദേശം മെഗാ ബോണസ് റൗണ്ടിന്റെ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് 3 റൗണ്ടുകളിൽ നിങ്ങൾ പങ്കെടുത്തവരാണ്. നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം. അത് ഇപ്പോൾ നിലവിലുള്ള സ്കോർ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ടീമിന്റെ സ്കോറും എതിർ ടീമുകളുടെ സ്കോറും. ജോസ്മിയിലേക്ക്. ജോസ്മി, 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം ഗബ്രിയേൽ 110 പോയിന്റ്സ്, ടീം മിഖായേൽ 65 പോയിന്റ്സ്, ടീം റാഫേൽ 110 പോയിന്റ്സ്. 110, 65, 110. ഒപ്പത്തിനൊപ്പം തുഴപ്പാടിന്റെ വ്യത്യാസം പോലുമില്ല 2 ടീമുകൾ തമ്മിൽ. താഴെ നിൽക്കുന്ന ടീമിനും വിജയിക്കാനുള്ള അവസരം നിലനിൽക്കുന്നുമുണ്ട്. നമുക്ക് മത്സരത്തിലേക്ക് പോകാം. മെഗാ ബോണസ് റൗണ്ട്. ആദ്യ ചോദ്യം ടീം മിഖാലിനോടാണ്. നിങ്ങളുടെ ചോദ്യം
നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതിനുള്ള അവസരം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോസ്മി, പ്ലീസ്. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. പെട്ടെന്ന് മനസ്സിലാവുന്ന സുവിശേഷം. യെസ്, എനിക്ക് നിങ്ങളോട് ആദ്യം ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശരി, ആദ്യ ചോദ്യം. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയുന്ന രണ്ട് കാര്യങ്ങൾ യേശു പറയുന്നത് മരണത്തിന് തൊട്ട് മുമ്പാണ്. ഏതൊക്കെയാണ്? എനിക്ക് ദാഹിക്കുന്നു, എല്ലാം പൂർത്തിയായി. ഉത്തരവും പൂർത്തിയായി. സ്കോറും പൂർത്തിയാകും. തെറ്റിപ്പോയോ പറഞ്ഞത്? പിന്നെ എന്തിനാ ആകുലപ്പെടുന്നു? ശരിയായ ഉത്തരമാണ്. ടീം മിഖായേൽ 10 വിലയേറിയ പോയിന്റുകൾ കരസ്ഥമാക്കി മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. രണ്ടാമത്തെ ചോദ്യം, 15 മാർക്കിന്റെ ചോദ്യം. എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാം തിരുവചനം പറയുക. അവൻ തല ചായ്ച്ച് തന്റെ ആത്മാവിനെ സമർപ്പിച്ചു. ഉത്തരം പറഞ്ഞുപോയി. ആ തിരുവചനം നമ്മുടെ ഭാരതവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് തോമസ് ലീഹായുമായി ബന്ധപ്പെട്ടതാണ്. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 15 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. സാരമില്ല, നിങ്ങൾക്ക് മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ഈ ഒരു തീരുമാനം എടുത്തേ മതിയാകുമായിരുന്നുള്ളൂ. തീർച്ചയായും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. വലിയ പരിശ്രമം ഇതിന് പിന്നിൽ നിങ്ങൾക്കുണ്ട്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും 4-ാം റൗണ്ട് വരെ നിങ്ങൾ എത്തുകയില്ലായിരുന്നു. നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നിങ്ങളെയും നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന കല്ലാനോട് ഇടവകയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇടവകയ്ക്കും നിങ്ങൾക്കും അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യം സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ജോസ്മി, പ്ലീസ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ചില ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു പ്രൊസീഡ് ചെയ്യുന്നുവെന്ന്. തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. ആദ്യ ചോദ്യം പ്രൊസീഡ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം. ചോദ്യം ഇതാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ അനുതപിക്കാത്ത നഗരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ വചനഭാഗം പറയുക. ആ ഹെഡിങ്ങിലുള്ള വചനഭാഗം അല്ലെങ്കിൽ നമ്പർ പറയുക. നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ. എവിടം വരെ? 13 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂട്ടിച്ചേർക്കാനോ മാറ്റി പറയാനോ അവസരമില്ല. 10-ാം അധ്യായം 13 മുതൽ 16 വരെ. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ കൂടി ലഭിച്ചിരിക്കുന്നു. എന്താണ് തീരുമാനം? അടുത്ത ചോദ്യത്തിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാനാണ് തീരുമാനം.
15 മാർക്കിന്റെ ചോദ്യമാണ്. ലഭിച്ചാൽ 15 മാർക്ക്, നഷ്ടമായാൽ 15 മാർക്കുകൾ പിന്നോട്ട് പോകും. ചോദ്യം ഞാൻ ഇനി എന്തായാലും ചോദിക്കും, കാരണം പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ചോദ്യം ഇതാണ്. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. ഇതിന് തത്തുല്യമായിട്ടുള്ള പഴയ നിയമ വചനഭാഗം ഏത്? നിയമാവർത്തനം 5:6. നിയമാവർത്തനം 5:6. ഇതാണ്. അല്ല, സോറി, ഒന്നുകൂടെ മാറ്റി പറയാൻ പറ്റും? മാറ്റി പറഞ്ഞാലും ക്വിസ് മാസ്റ്റർ കരുണ കാണിക്കുകയില്ല. പക്ഷെ എന്നാലും ഉത്തരം വേണമെങ്കിൽ മാറ്റി പറയാം. ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. യെസ്, എന്നാലും പറഞ്ഞുകൊള്ളൂ. ലേവ്യ 19:18. ശരിയായ ഉത്തരം ലേവ്യരുടെ പുസ്തകം 18:5. ഉത്തരം തെറ്റിപ്പോയി. 15 മാർക്കുകൾ ടീം റാഫേലിന് നഷ്ടമായിരിക്കുന്നു. ടീം റാഫേലിന് 15 പോയിന്റുകൾ നഷ്ടമായിരിക്കുന്നു. പക്ഷേ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ മികച്ച പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരം പൂർത്തിയായിട്ടില്ല. അടുത്ത ടീമിലേക്ക് ഞാൻ കടക്കുകയാണ്. ടീം ഗബ്രിയേൽ, എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. യെസ്, ഇത് മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നോ അത് ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. യെസ്. ആദ്യ ചോദ്യം, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നതാണ്. ഈ വചനഭാഗത്തിന്റെ നമ്പർ പറയും. ഇത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം തിരുവചനം. നിങ്ങൾ തന്നെയാണ് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾ തന്നെയാണ് ഉത്തരം പറഞ്ഞത്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 10 പോയിന്റുകൾ ലഭിക്കുന്നു. എന്താണ് ഇനി നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ അത് ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. യെസ്, നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യവും നിർവഹിക്കാം. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സൂചിപ്പിക്കുന്ന പഴയ നിയമ ഭാഗം ഏത്? ഹോസിയ 11:1. ഹോസിയ 11:1. നിങ്ങളുടെ പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമായോ? ഇല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. എങ്കിൽ ശരിയാണ് ഉത്തരം. ശരിയായ ഉത്തരമാണ്. ഹോസിയ 11:1. നിങ്ങൾ 15 മാർക്കുകൾ കൂടി കരസ്ഥമാക്കിയിരിക്കുന്നു. വീണ്ടും എനിക്ക് ചോദിക്കാനായുള്ളത്, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴേ ക്വിറ്റ് ചെയ്യേണ്ടതായിരുന്നു. പ്രൊസീഡ് ചെയ്യാനെടുത്ത തീരുമാനം തന്നെ ഒരു മഹാ അബദ്ധമായിരുന്നു. കാരണം നിങ്ങളായിരുന്നു അപ്പോൾ നിലവിൽ സ്കോർ ബോർഡിൽ മുന്നിൽ നിന്നിരുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത ടീമിനേക്കാൾ 5 പോയിന്റ് നിങ്ങൾക്ക് അധികമുണ്ടായിരുന്നു. ഒപ്പമാണെന്ന് കരുതി. അതിനുശേഷവും നിങ്ങൾ അപകടകരമായ തീരുമാനമാണ് എടുത്തത്. പ്രൊസീഡ് ചെയ്യാനുള്ള തീരുമാനം. ഞാൻ അതിൽ കൂടുതൽ ഒന്നുമേ പറയുന്നില്ല.
ദൈവം നിങ്ങളുടെ പക്ഷത്തായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സത്യമായും എന്തായാലും നിങ്ങൾ രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ നിങ്ങൾ കടന്നിരിക്കുന്നു. നിങ്ങളുടെ തീരുമാനം ശരിയായ തീരുമാനമായിരുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾ വളരെ നന്നായി പഠിച്ച് ശരിയായ ഉത്തരം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട ജോസ്മിയാണ്. ഞാൻ ജോസ്മിയിലേക്ക് വരുന്നു. ജോസ്മി പ്ലീസ്. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി നമ്മുടെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 135 പോയിന്റുമായി ടീം ഗബ്രിയേൽ. 105 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടീം റാഫേൽ. ടീം മിഖായേലിന് ലഭിച്ചിരിക്കുന്നത് 60 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 4ാം റൗണ്ടിലെ ഒരു എപ്പിസോഡ് കൂടി പൂർണ്ണമാകുന്നു. കൂടരഞ്ഞി ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം ഗബ്രിയേൽ മികച്ച പോയിന്റോടുകൂടി 1ാം സ്ഥാനവും സെമി ഫൈനലിലേക്കുള്ള സീറ്റും ഉറപ്പിച്ചിരിക്കുന്നു. ടീം ഗബ്രിയേലിനും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനും അതുപോലെ തന്നെ ഇടവകയ്ക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ പാറപ്പടി ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം റാഫേലും സപ്പോർട്ടിംഗ് ടീമും വളരെ മികച്ച പോരാട്ടമാണ് നടത്തിയത്. എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ടീം റാഫേലിനെയും പാറപ്പടി ഇടവകയിലെ മാതൃവേദിയെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ടീം മിഖായേൽ പ്രതിനിധീകരിക്കുന്ന കല്ലാനോട് ഇടവകയും ഇവിടെ പങ്കെടുത്ത ടീം അംഗങ്ങളെയും ഞാൻ കൃത്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയം നേടാനായില്ലെങ്കിലും മികച്ച വിജയത്തിലൂടെയാണ് അവർ ഈ കടമകളെല്ലാം കടന്ന് ക്വാർട്ടർ ഫൈനൽ വരെയും എത്തിയത്. തീർച്ചയായും ഇനിയും മുന്നോട്ടുള്ള വിവിധ മത്സരങ്ങളിൽ വിവിധ മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ഇടവകയ്ക്ക് നിങ്ങൾ അഭിമാനമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടീം മിഖായേലിനും അഭിനന്ദനങ്ങൾ. ഇന്ന് 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയ ടീം റാഫേലിനും ടീം മിഖായേലിനും ഷാലോം ടെലിവിഷൻ നൽകുന്ന മെമന്റോയുണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പുസ്തകം സമ്മാനമുണ്ട്. മെമന്റോ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഇടവക ദേവാലയത്തിലെ ഓഫീസ് മുറിയിലായിരിക്കണം. കാരണം നിങ്ങളുടെ ഈ വലിയ നേട്ടം എന്നും ഒരു സ്മാരകമായി നിങ്ങളുടെ ഇടവകയിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. സമ്മാനം സ്വീകരിക്കുവാനായിട്ട് ടീം റാഫേലിനെയും അതിനുശേഷം ടീം മിഖായേലിനെയും ക്ഷണിക്കുന്നു. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 4ാം റൗണ്ടിലെ ഒരു എപ്പിസോഡ് കൂടി ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഷാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ വചന ഉത്സവത്തിൽ വളരെ ആവേശത്തോടു കൂടിയാണ് അമ്മമാർ പങ്കെടുക്കുന്നത്. വളരെ ആവേശം നിറഞ്ഞ മത്സരമാണ് ഓരോ ദിവസവും സംഘടിപ്പിക്കപ്പെടുന്നത്. അമ്മമാരെ അഭിനന്ദിക്കുന്നു. വരുന്നയാഴ്ച പുതിയൊരു എപ്പിസോഡിൽ വചനത്തിന്റെ ഈ ഉത്സവത്തിൽ നമുക്കും പങ്കാളികളാകാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.